Where are you? എത്ര ദിവസമായി? You can't just run away from your problems. കാർത്തി feels so good. Your favorite. ഈ ചായ കുടിക്കുന്ന സമയത്താണ് വൈൻ. ചായ കുടിക്കണേ വീട്ടിലിരുന്ന് കുടിച്ചാ പോരെ. ഞാൻ അവിടെ ചില്ലിയ വന്നതാ. താടിയൊക്കെ വെച്ചപ്പോ ഒരു മെച്ചൂരിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. നീ ഒന്ന് ഒഴുക്കി. ഋതു ഋതു ഇപ്പോഴെങ്കിലും ഫോൺ എടുത്ത് മാറ്റി വെച്ചൂടെ? ഹാ ഹൗ ഇസ് യുവർ ലൈഫ് ബീങ് എ ഡാഡ്? ഗുഡ്. അത് കാണാനുണ്ട്. അതെ, ഇവിടെ ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് ഉണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. അപ്പൊ നീ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നേ? അതിലൊന്നുമില്ല. നിന്നെ ഒന്നും കാണുന്നല്ലേ. ഇതൊക്കെ കഴിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നേ. പിന്നെ വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞ തന്നെ ഒന്ന് ചില്ല് ചെയ്യാനല്ലേ. നെക്സ്റ്റ് മന്ത് റേയുടെ ബർത്ത്ഡേ അല്ലേ. കഴിഞ്ഞ തവണയും നീ എന്നെ കൂട്ടിയില്ല. ദിസ് ടൈം ഐ ആം കം ഫോർ. അല്ല എന്തുകൊണ്ട് നീ വീക്കെൻഡ് ആയിട്ട് ഇങ്ങോട്ടേക്ക്? സാധാരണ നീ ക്ലബും പാർട്ടിയൊക്കെ ബിസി അല്ലായിരുന്നോ? നിന്നെ കാണാൻ വന്നത്. എന്നെയോ? അല്ല, എപ്പോഴെങ്കിലും കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്നെ കാണാൻ വേണ്ടി തന്നെ വന്നാണോ നീ? You know, some people are born just to do something. നീ ഒരു അച്ഛനവൻ ജനിച്ചതാ. നീ എന്തിനാ അവിടെ വന്നേന്നൊക്കെ എനിക്കറിയാം. ചില്ല് ചെയ്യാൻ. ചില്ലിങ് ഒക്കെ അവിടെ നിൽക്കട്ടെ. നീ ജെസ്സിയെ മറ്റുള്ളവരെ പറ്റിക്കുന്നല്ലോ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഓഹോ, കഴിഞ്ഞ മാസം നിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 10,000 രൂപ ഞാൻ എടുത്തായിരുന്നു. മോൻ അറിഞ്ഞായിരുന്നോ? 10,000? നോക്കണ്ട, ഞാൻ എടുത്തിട്ടില്ല. നീ ശരിക്കും എന്നെ കാണാൻ വേണ്ടി തന്നെ വന്നാണോ? നമുക്ക് കടല ഉണ്ടല്ലോ. ആരാള്? എന്ത്? ഒന്നെങ്കിൽ ഒരു ബ്രേക്കപ്പ്, അല്ലെങ്കിൽ നീ ആരെങ്കിലും കുറിച്ച് ആലോചിച്ച് സൂപ്പർ കൺഫ്യൂസ്ഡ് ആയി. ഇതിനോടൊക്കെ പറഞ്ഞു തരാം. ഇതാ ഞാൻ പറഞ്ഞു. ഋതു, ഒന്നെങ്കിൽ നീ ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ എപ്പോഴത്തെ പോലെ മൂടവനോട് എന്തോ സംഭവിച്ചു. ഇപ്പൊ നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. ഒള്ളി കൺഫ്യൂഷൻ. ദി ക്ലാസിക് ഋതു മന്ത്ര. നീയാണല്ലോ കോടതി. നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ അപ്പാടെ അമ്മയുടെ ഒപ്പം ഇവിടെ വന്നത്, പട്ടം പറത്തി കളിക്കാറുള്ളത്? കുറെ നല്ല ഓർമ്മകളുണ്ട് ഇവിടെ. നിനക്കൊരു കാര്യം അറിയോ? നിന്നെ ആദ്യം കയ്യിലേക്ക് പഠിക്കണേ ഞാനാ, നമ്മുടെ അപ്പനൊക്കെ മുന്നേ. എന്നോട് നീ കള്ളം പറയണ്ട. ഹലോ, നീ അപ്പനാവൻ ജനിച്ചാന്ന് ഓർത്തട്ടെ നീ നിന്റെ കൊച്ചിന്റെ അപ്പനായ മതി. നീ എന്റെ അപ്പനാവാൻ നോക്കണ്ട കേട്ടോ. എന്താ പുതിയ കാൻഡിഡേറ്റിന്റെ പേര്? ആദി. ആദി? സാധാരണ നീ ഫസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് പോവാറില്ലല്ലോ. സെക്കൻഡ് ഡേറ്റ് പോയോ? നിന്റെ പരിപാടി ഒന്നും അവർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല.
നീ പിന്നെ പെറ്റ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവില്ലേ, നമ്മുടെ ടോമിനെ പറ്റി. അതവർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല. അപ്പൊ നീ കയറി ഉടക്കി കാണും. അങ്ങനെ അടിയായി, ബഹളായി, ചളായി, കൊളായി. ഓ, ആ കാലം പോയിക്കണം അല്ലേ? വെയിറ്റ്, നീ എങ്ങോട്ടേ പറഞ്ഞു കയറി പോകുന്നേ? ആ നല്ല കാര്യം. പിന്നെ ഇതാര്? ആദി. ആഹാ. നോക്കട്ടെ. അല്ല, ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. അല്ല, ഞാൻ നോക്കിട്ട് ഇപ്പൊ തരാലോ. എന്റെ ഫോണിലെ ഞാൻ ഇത് നോക്കട്ടെ. അരങ്ങടി കൈ പിടിക്കില്ല, വിട്, 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 ഞാൻ നോക്കിട്ട് ഇപ്പൊ തരാം. നോക്കട്ടെ, അതെ, ഇത് ഞാൻ അരങ്ങടി, അത് വിട്, നോക്കിക്കോളാം. നോക്കട്ടെ, വിട്, 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 താ. എടി, പിടി, പിടിച്ചോളിക്കല്ലേ, എടി, എന്റെ ഫോൺ പിടി. ഇങ്ങ് ആ, താടാ. എടുത്തോ. എന്റെ അടി, ഫോൺ ഞാൻ തിരിച്ച് എനിക്ക് വിടും. വേണം, അരങ്ങടി, എടുത്തോ. താ. എടി, നോക്കിട്ട് ഇപ്പൊ തരാറല്ലേ. എന്റെ ഫോൺ വിട്, തൊടാ വിട്, ഇങ്ങോട്ട്. വിട്, 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 വിട്. എടി, എടി, കടിക്കില്ലേ, എടി, കടിക്കില്ലേ. ആ, എടുത്തോ. എടി, പിന്നെ കടിച്ചു. എത്ര നാളായി തുടങ്ങിയിട്ട്? 3 മാസം. 3 മാസോ? എടി, ഒന്നുമില്ലേലും നിന്റെ ചേട്ടനല്ലേ ഞാൻ. നിന്റെ എല്ലാ കാര്യം സപ്പോർട്ട് ഞാനല്ലേ. ഒരു വാക്ക് നീ എന്റെ അടുത്ത് പറഞ്ഞു. എന്റെ പൊന്ന് കാർത്തി, അതിൽ ഞാൻ ഇങ്ങോട്ട് വന്നേ. ആൻഡ് ഐ ആം കൺഫ്യൂസ്ഡ്. ഇപ്പൊ എന്താ കൺഫ്യൂഷൻ? നിനക്കറിയാലോ എന്റെ കഴിഞ്ഞ 2 റിലേഷൻഷിപ്പ്. ഓ, ദുരന്തം. ഒന്നെങ്കിൽ നിനക്കൊരു പോയിന്റ് എത്തുമ്പോൾ സ്പാർക്കും, അല്ലെങ്കിൽ നീയായിട്ട് എന്നെ കൊണ്ട് നശിപ്പിക്കും. ഈ കഴിഞ്ഞ 2 റിലേഷൻഷിപ്പ് പൊട്ടാൻ നീ തന്നെയല്ലാന്ന് കാരണം. ഈ തെണ്ടിയോടൊക്കെ പറഞ്ഞ നേരം എന്നാണ്. ശരി, നീയും ആദ്യം തമ്മിൽ ഇപ്പൊ എന്താ പ്രശ്നം? എടാ, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെ ലൈഫിൽ കണ്ടുമുട്ടിയിട്ടില്ല. ഞങ്ങൾ തമ്മിൽ അത്ര സിങ്ക് ഉണ്ട്. പിന്നെ നിനക്കറിയോ, ഡേറ്റിംഗ് ആപ്പിൽ ഞങ്ങൾ 96% മാച്ച് ഉണ്ട്. ഇതെന്തോ ബോർഡ് എക്സാമോ? സോറി കേട്ടോ ഋതു, നീ എന്താ ഉദ്ദേശിക്കണേ? എടാ, ഐ മീൻ ദാറ്റ് വി ഹാവ് ദാറ്റ് മച്ച് ഇൻ കോമൺ. ഋതു, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സും പേഴ്സണേയും മാത്രമൊന്നുമല്ല. അത് നീ മനസ്സിലാക്കണം. എക്സാക്ട്ലി, ഐ നോ. ദേ ആർ സ്പിരിച്വൽ, ഇമോഷണൽ, ഫിസിക്കൽ. ദാറ്റ്സ് എ ട്രൂ കണക്ഷൻ. പിന്നെ നിനക്കറിയോ, എന്നെ പോലെ തന്നെ ആദിക്കും പുട്ടും മിച്ചറും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല സ്ട്രോങ് ചായ. സാൻഡ്വിച്ച് വന്നല്ലോ അവിടെ. കഴിക്കേ. എങ്ങനെയുണ്ട്? അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ, കഴിക്കേ. ആദ്യമൊക്കെയുണ്ടല്ലോ ഫുഡ് ഭയങ്കര ഇഷ്ടം. ആദ്യം നന്നായിട്ട് പാട്ട് പാടും, പിന്നെ കുറേ ബുക്സ് വായിക്കും, പിന്നെ നന്നായിട്ട് കുക്ക് ചെയ്യും. നീ എന്താ നോക്കുന്നേ? ഞാൻ പറഞ്ഞൊന്നും നീ വിശ്വസിച്ചിട്ടില്ല അല്ലേ? എടാ, ഞാൻ ഇത്ര നാളെ വെയിറ്റ് ചെയ്തില്ലേ. അതിന് ശേഷമല്ല ആദ്യം എൻ്റെ ലൈഫിലേക്ക് വന്നത്. ഞാൻ അതിലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്, സീരിയസ്ലി. എടോ, ഞാനിവിടെ റിസോർട്ടിലുണ്ട്, ഫുഡ് കഴിക്കുക. നീ വല്ലതും കഴിച്ചോ? റയ്യാനെന്തി? അവനുറങ്ങിയോ? ജെസ്സി, ഐ എം സോറി. നീ ജെസ്സി ആദ്യമായി കണ്ടപ്പോ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? She's the one. Same feeling? Ritu, are you okay? I don't know. I should be happy, right? Is it going too fast or is it too soon? എടി, എന്തിനാ ഇപ്പൊ ആവശ്യമുള്ള ടെൻഷനൊക്കെ? നിനക്ക് ഇഷ്ടപ്പെട്ട ആളെ നീ ഇപ്പൊ കണ്ടുപിടിച്ചില്ലേ, അതല്ലേ അടിപൊളി. ഇനി എന്ന് ആലോചിക്കുന്നത് നല്ലത്. ഇപ്പൊ എന്താണോ നിങ്ങൾക്കിടയിലുള്ളത് അത് ആസ്വദിക്കുന്നു. അപ്പൊ നീ പറയാറുള്ളതോ ഞാൻ ഭയങ്കര എടുത്തു ചാട്ടക്കാരിയാന്നുള്ളത്? എടി, അത് പിന്നെ നിന്റെ ഈ 96% അടുത്തൊന്നും എനിക്ക് എത്താൻ പറ്റത്തില്ലല്ലോ. പോടാ മണ്ണ്. ആ അതെ, ആ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാ. ആദി, How's the day, sir? ഗുഡ്. And our food? അയ്യോ, ഒന്നും പറയാല്ല, അടിപൊളിയാട്ടോ. ഇറ്റ് വാസ് എ പ്ലസന്റ് എക്സ്പീരിയൻസ്. താങ്ക് യു സോ മച്ച്. കാർത്തി, ആദി. ഹായ്. Hi, Karthik. Adira. ഹായ്. ഇതായിരുന്നു.
ഒരു മിനിറ്റ് കേട്ടോ. ഹലോ, ജിസി, ഇത് എവിടെയാ? ഞാൻ അവിടെ റിസോർട്ടിലാ. ഋതുണ്ട് കൂടെ. രണ്ടാളും കൂടി അടിച്ചു പൊളിക്കുക. ഇല്ല, അവിടെ ഒരു സർപ്രൈസ് കൊണ്ട് വിളിച്ചാ. സർപ്രൈസോ? അതൊക്കെ ഉണ്ട്. ഞാനൊരു ഭയങ്കര ഹാപ്പി. നീ കേൾക്കുമ്പോഴേ എന്തായാലും ഹാപ്പിയോ? ഞാൻ വന്നിട്ട് പറയല്ല. വേഗം വാ, ഇവിടെ രണ്ടുപേര് വെയിറ്റ് അതെ വെക്കലേ ജെസി. അതെ എന്നാ ജെസി, എന്നാ ഐ ലവ് യു. കിളിപ്പെണ്ണേ